തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉടൻ പുറത്തിറക്കും. കരട് പ്രകടന പത്രിക പരിശോധിച്ച് അംഗീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടങ്ങി. ACC ആസ്ഥാനത്താണ് യോഗം. കോൺഗ്രസ് പ്രകടന പത്രിക ജനങ്ങളുടെ ശബ്ദമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരാൻ പോകുന്നു. ഇപ്പോൾ നിതിൻ, പ്രകടന പത്രിക എപ്പോഴാണ് പുറത്തിറക്കുക? ഒപ്പം ഈ കോൺഗ്രസിന്റെ ബാക്കി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എപ്പോൾ പ്രതീക്ഷിക്കാം നിതിൻ? ഇന്ന് പ്രവർത്തക സമിതി പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകും. അതിനുശേഷം വരും ദിവസങ്ങളിൽ എന്തായാലും പ്രകടന പത്രിക പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ജനങ്ങളുടെ ശബ്ദമാണെന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് പ്രവർത്തക സമിതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ അത് നിറവേറ്റും, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞുവെന്നും ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ അല്പസം മുമ്പ് തന്നെ പ്രവർത്തക സമിതിയിൽ അറിയിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച 25 ഉറപ്പുകൾ പ്രകടന പത്രികയുടെ ഭാഗമാകും. നമുക്കറിയാം, കർഷകർക്ക് ആശ്വാസമായി താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ്, അതോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കും. അതോടൊപ്പം മറ്റു ചില പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇവയെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചൊരു പ്രകടന പത്രികയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുന്നേ പ്രകടന പത്രികയുടെ സമിതി രൂപീകരിച്ചത്. അതിനുശേഷം പിന്നീട് ഇന്നിപ്പോൾ പ്രവർത്തക സമിതി അതിപ്പോൾ അംഗീകാരം നൽകാൻ പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നു. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുമോ എന്ന കാര്യത്തിലാണ്. എന്തായാലും ഹൈക്കമാൻഡ് നേരത്തെ അതിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ അതൊരു വിശദ ചർച്ചയ്ക്ക് വരും. അതോടൊപ്പം മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി ചർച്ചകളും എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷം നാളെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ഘട്ടങ്ങളായി ഇതുവരെ 82 സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.